ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ചൂരക്കറി ഉണ്ടാക്കി നോക്കിയാലോ. വീട്ടിലാണെങ്കിൽ ആർക്കും ചൂര വൃത്തിയാക്കാൻ അറിയില്ല. 2 ചൂരയും ഒരു മുറിയാത്ത കത്രികയും അച്ഛനെ ഏൽപ്പിച്ചു. അങ്ങനെ അച്ഛന് നല്ല 8ൻ്റെ പണി ഞങ്ങൾ കൊടുത്തു. ഈ പണിയൊക്കെ കാണാൻ ഞങ്ങളെപ്പോലെ തന്നെ 2 പേരവിടെ കറങ്ങിയടിച്ച് നടപ്പുണ്ടായിരുന്നു. പാവ അച്ഛൻ മുറിയാത്ത കത്രിക വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിലും അച്ഛൻ കുറേ നേരം എടുത്ത് ആ 2 ചൂരയും വൃത്തിയാക്കി ഞങ്ങളെ ഏൽപ്പിച്ചു. അപ്പം ചൂര വൃത്തിയാക്കി തന്നാൽ വെക്കാമെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞിരുന്നു. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, കൊച്ചുള്ളി, സവാള മുറിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുളി വെള്ളത്തിലിട്ടത്. അത്യാവശ്യം 2 ചൂര ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ചട്ടി എടുത്തില്ല, ഈ ഉരുളിയാണ് എടുത്തത്. ഉരുളി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ല പച്ച വെളിച്ചെണ്ണയാണ്, നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണയാണ്. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു. ഈ കടുക് പൊട്ടുന്ന സൗണ്ട് ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിടാനുള്ളത് കൊച്ചുള്ളി, സവാള മുറിച്ച് വെച്ചതാണ് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇടാനുള്ളത്. ഇപ്പോൾ കൊച്ചുള്ളിയും സവാളയും മുറിച്ച് വെച്ച് നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വഴറ്റി. ഈ ഉള്ളി പെട്ടെന്ന് വഴറ്റാൻ എല്ലാവരും പറയുന്നൊരു ഐഡിയ ആണ്, പൊതുവെ സത്യമാണ് സംഭവം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങളും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. കൊച്ചുള്ളിയും സവാളയും നന്നായിട്ട് വഴറ്റി. ഒരുപാട് നന്നായിട്ട് വഴറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുത്തതിനിടയ്ക്ക് ഞങ്ങൾ എന്തിട്ടു? കറിവേപ്പില ഇട്ടു. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഈ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ എല്ലായിടും ഇളക്കിയിട്ട് ഇതിൻ്റെ നടുക്കൊരു കുഴി കുത്തി. നടുക്കൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിനി പൊടിയെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മളിട്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ബാക്കി എല്ലാ പൊടിയും തന്നെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ച് ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്ന പൊടി കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്തു. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചരടൻ മുളകും കൂടി ചേർത്ത് പൊടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാശ്മീരിയും രണ്ടും സെപ്പറേറ്റ് ചേർക്കേണ്ട, ഒന്നിച്ച് ചേർത്താൽ മതിയാവും. ആ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടികളാണ് കേട്ടോ. അങ്ങനെ മുളക് പൊടി ചേർത്തു. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എൻ്റെ ചേച്ചി ഒരു മീൻകറി എക്സ്പേർട്ടാണ്. അപ്പോൾ ആളുടെ മീൻകറിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ പോയപ്പം ചുമ്മാ ചൂരയാണ് കിട്ടിയത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ മുളക് പൊടി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മീൻ കറിക്കൊക്കെ ഒത്തിരി എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർക്കാം. നമുക്ക് ഒരുപാട് എരിവ് വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം എണ്ണ കുറവായിട്ട് നമുക്ക് തോന്നി, അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, കാരണം നമ്മളെപ്പോഴും പൊടി ആഡ് ചെയ്യുമ്പം ലോ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം പൊടിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും മീൻ കറിയുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് പുളിയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മീൻ വെട്ടുന്നതിന് മുമ്പ് തന്നെ പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ആ പുളി വെള്ളം കൂടി നമുക്കിതിനകത്ത് ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല വെള്ളമാണ്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി 2 വലിയ ചൂര ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളയ്ക്കാൻ അനുവദിക്കാം. ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരുപാട് കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസമായിരിക്കും ഈ മീൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും ഇതിൻ്റെ
മസാലയൊക്കെ അതിൽ പിടിക്കുന്നത്. അപ്പോൾ മീൻകറി എപ്പോഴും കഴിക്കാൻ നല്ലത് വെച്ച് അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും. അങ്ങനെ നമ്മൾ അതിനും കൂടി കണക്കാക്കിയാണ് ഇത്രയും മീൻ വാങ്ങിച്ചത്. അങ്ങനെ മീനെല്ലാം നമ്മൾ ഈ ഉരുളിയിലിട്ട് കൊടുത്തു. ഇതിന് നമുക്കിനിയും കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചൊരു മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അതുവരെ ഇത് അടച്ചു വെച്ച് വേവട്ടെ. ഓക്കെ, മീൻ വെന്തോന്ന് നമുക്ക് തോന്നി. അതായത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയപ്പം മീൻ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. നല്ല ആവിയൊക്കെ മീനിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമുക്ക് ചൂടാക്കി ചേർക്കാം. ഞങ്ങളങ്ങനെ കുറഞ്ഞു പോയി ഞങ്ങൾക്ക്, അങ്ങനെ ഞങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ തൂകാം. അങ്ങനെ ചോറിന് കഴിക്കാം. നല്ല ചൂരക്കറിയൊക്കെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.